സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൂജാരി കർമ്മങ്ങളെല്ലാം തുടങ്ങുവാണ് കേട്ടോ. അങ്ങനെ അദ്ദേഹം പറയുവാണ്, കർമ്മങ്ങളും വീട്ടുകാർക്കും വരണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല അനിഷ്ടങ്ങളും സംഭവിക്കാം. അതിനെല്ലാം പ്രതിരോധിക്കാനും കുടുംബത്തിന് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പൂജ നടത്തുന്നത്. ഈ പൂജയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വരം താലി കെട്ടിയ പെൺകുട്ടി വേണം. വരന് വേണ്ടി ഈ പൂജകളെല്ലാം പൂർണ്ണ മനസ്സോടെ ചെയ്യാനും കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ഒക്കെ താലി കെട്ടിയ ആ പെണ്ണ് എത്രത്തോളം വ്രതശുദ്ധിയോടെയും മറ്റുമാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ ഫലം പൂജ കഴിയുമ്പോൾ കുടുംബത്തിനുണ്ടാകും. എത്ര കഠിനമായ വ്രതങ്ങളാണോ ആ കുട്ടി അനുഷ്ഠിക്കുന്നത്, അതിൻ്റെ ഇരട്ടി ബലം പൂജ കഴിഞ്ഞ് വരനും വരൻ്റെ കുടുംബത്തിനും ഉണ്ടാകും. ഭർത്താവിൻ്റെ മാനത്തിനും ആരോഗ്യത്തിനുമൊക്കെ ഉറപ്പും കെട്ടുറപ്പും കൊടുക്കാനായിട്ട് താലി കെട്ടിയ പെൺകുട്ടി നടത്തുന്ന പൂജ കൊണ്ട് ഗുണം ചെയ്യും. എന്നാൽ പിന്നെ എല്ലാവർക്കും അർപ്പിക്കാനുള്ള പൂക്കൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരാളുടെ കയ്യിൽ പൂക്കളൊക്കെ കൊടുത്തു വിടുവാണ്. അങ്ങനെ അയാൾ എല്ലാവരുടെ കയ്യിലും പൂക്കൾ കൊടുക്കുവാണ് കേട്ടോ. ഈ സമയം തിരുമേനി അവിടെ തിരിയൊക്കെ കത്തിച്ച് പൂജയൊക്കെ നടത്തുവാണ്. അതിനുശേഷം എല്ലാവരോടും പൂക്കൾ അർപ്പിക്കാൻ പറയുവാണ് കേട്ടോ. ഈ സമയം എല്ലാവരും പൂജക്കായി ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലത്തേക്ക് പൂക്കൾ എറിയുവാണ്. ഇതേസമയം വരണാണെങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്ന പൂക്കൾ നേരെ രാധികയുടെ തലയിലേക്കാണ് എറിയുന്നത്. അങ്ങനെ രാധികയുടെ മേത്തേക്ക് പൂക്കൾ വന്ന് വീഴുന്നത് കാണുമ്പോൾ രാധിക തിരിഞ്ഞ് വരണമൊന്ന് നോക്കുവാണ്. അന്നേരം വരണിങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുവാണ് കേട്ടോ. ഈ സമയം ഇതെല്ലാം കണ്ട് തൊട്ടരികിൽ ജയഭാരതിയമ്മയും ചിരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അതിനുശേഷം എല്ലാവരും കൈകൾ കൂപ്പി കണ്ണടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം രാധികയും വരന് വേണ്ടി കണ്ണടിച്ച് പ്രാർത്ഥിക്കുവാണ്. എന്നിട്ട് വരനെ ഒന്ന് തിരിഞ്ഞു നോക്കുവാണ്. ഈ സമയം രാധിക ഇങ്ങനെ നോക്കുമ്പോൾ രാധികയെ നോക്കി ചിരിക്കുന്നുണ്ട്. അന്നേരം രാധികയും ചെറിയൊരു പുഞ്ചിരിയോടെ വരനെ നോക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് കൽപ്പനയും ചന്ദ്രശേഖരനും കൂടി സംസാരിക്കുന്നതാണ്. കൽപ്പന പറയുക, ചെറിയച്ച തിരുമേനി പറഞ്ഞതുപോലെ തന്നെ പൂജകളെല്ലാം നടന്നു കഴിഞ്ഞാൽ പിന്നെ വരനെ നമുക്ക് തൊടാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ പൂജ ഒരിക്കലും ഭംഗിയായി നടക്കാൻ പാടില്ല. ആ സമയം ചന്ദ്രശേഖരൻ പറയണേ, അതിനെന്താ, ഈ പൂജ മുടക്കാൻ നമ്മുടെ മുമ്പിൽ പല മാർഗങ്ങളുമുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു രീതി ഉപയോഗിച്ച് പൂജയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാം. അന്നേരം കൽപ്പന ചോദിക്കണേ, അല്ല തിരുമേനിയും കുടുംബവും പൂജ കഴിയുന്ന ദിവസം വരെ ഇവിടെ താമസിക്കുമോ? അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അവിടെ താമസിക്കുകയോ താമസിക്കാതിരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. നമ്മൾ അതിൻ്റെ കാര്യത്തിൽ അധികം എതിർപ്പൊന്നും പ്രകടിപ്പിക്കാൻ നിൽക്കേണ്ട. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശീൻ്റെയും വരണിൻ്റെ അരികത്ത് നിൽക്കുന്ന ദേവനെയും പ്രിയങ്കേനെയും രാധികേനെയും യശോദേനെയും സുകുമാരിയമ്മയൊക്കെ ആണ് കേട്ടോ. ദൈവം പറയണേ, അയ്യോ ഞങ്ങൾക്ക് ഇന്ന് തന്നെ മടങ്ങണം, ക്ഷേത്രത്തിൽ 2 നേരം പൂജയുള്ളതാണ്. അന്നേരം ജയഭാരതി അമ്മ പറയുന്നുണ്ട്, അയ്യോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല തിരുമേനി, പൂജ കഴിയുന്ന ദിവസം വരെ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. തിരുമേനിക്ക് അമ്പലത്തിലേക്കും മറ്റും പോകാനുള്ള വാഹന സൗകര്യം ഞങ്ങൾ ഒരുക്കിത്തരാം. തിരുമേനിക്ക് ആവശ്യമുള്ള സമയത്ത് അമ്പലത്തിൽ പോയിട്ട് തിരികെ എത്താമല്ലോ. അന്നേരം സുകുമാരിയമ്മ പറയണേ, എന്നാലും അത് ശരിയാവില്ല. മാത്രമല്ല ഞങ്ങൾക്ക് കുടുംബത്തിൽ ചില ആവശ്യങ്ങളുണ്ട്. അതുമാത്രമല്ല പ്രത്യേകമായിട്ട് രാധിക മ്യൂസിക് സ്കൂളിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അവൾക്ക് അവിടെ പോകണ്ടേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോകണം. ഈ സമയം യശോദയം പറയുന്നുണ്ട്, അതെ പിന്നെ ഞങ്ങളത്രക്ക് ദൂരത്തിലൊന്നുമല്ലല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി, ഞങ്ങൾ ഓടിയെത്തിക്കോളാം ഇങ്ങോട്ടേക്ക്. പിന്നെ പൂജ തീരുന്ന ദിവസം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ സമയം ജയഭാരതിയമ്മ പറയണേ, എന്നാലും നിങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്നപ്പോൾ വരണ്ട നോക്കിക്ക് എത്ര സന്തോഷമെന്നറിയോ. നിങ്ങളങ്ങനെ ഇത്ര പെട്ടെന്ന് പോകുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും അത് ഭയങ്കര വിഷമാവില്ലേ. ഈ സമയം പ്രിയങ്ക പറയുന്നുണ്ട്, അല്ല മുത്തശ്ശി, അച്ഛനും മുത്തശ്ശിക്കും ചേച്ചിക്കും ഒക്കെ പോകണമെന്നാണെങ്കിൽ അവർ പൊക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതേക്കുമ്പോൾ ദേവൻ പറയണേ, എന്താണെങ്കിലും ജയഭാരതിയും ഇത്രയും പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇനി പൂജകളെല്ലാം പൂർത്തിയായതിനു ശേഷമേ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഈ സമയം സുകുമാരിയമ്മക്കാണെങ്കിൽ അതിനെതിർത്ത് ഒന്നും പറയാനും പറ്റുന്നില്ല കേട്ടോ. ഇതേക്കുമ്പോൾ വരണ്ടും ജയഭാരതി അമ്മക്കൊക്കെ ഇത്തിരി സന്തോഷമാകുവാണ്. ജയഭാരതി അമ്മ പറയണേ, അങ്ങനെയാണെങ്കിൽ മോളെ പ്രിയങ്ക മോളെ നീ ചെന്ന് മോളുടെ അച്ഛനും അമ്മക്കും മുത്തശ്ശിക്കുമൊക്കെ കിടക്കാനായിട്ടുള്ള റൂമൊക്കെ കാണിച്ചു കൊടുക്ക്. അന്നേരം ദേവൻ പറഞ്ഞേ, അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ ഒരു ഔട്ട് ഹൗസിൽ ഞങ്ങൾ അവിടെ താമസിച്ചോളാം. അന്നേരം ജയഭാരതി അമ്മ ചോദിക്കണേ, അതെന്തിനാ തിരുമേനി? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ പറയരുത്, ഞങ്ങൾ ഇവിടുത്തെ ഔട്ട് ഹൗസിൽ താമസിച്ചോളാം. അതിന് ജയഭാരതി അമ്മ സമ്മതിക്കണം. ശരി തിരുമേനി ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. പിന്നെ പ്രിയങ്ക മോളെ, തിരുമേനി പറഞ്ഞത് നീയും കേട്ടതല്ലേ, വരുൺ താലി കെട്ടിയ പെൺകുട്ടി വേണം പൂജകളെല്ലാം അനുഷ്ഠിക്കാൻ. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് തിരുമേനി എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. മോൾ എന്തൊക്കെ വ്രതമാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. വരുൺ താലി കെട്ടിയ പെണ്ണ് ഒരിക്കലെടുക്കണം, അതായത് ഒരു നേരം മാത്രമേ ഭക്ഷണം കേൾക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള സമയത്തെല്ലാം മന്ത്രജപങ്ങളും പ്രാർത്ഥനയുമായിട്ട് ദൈവത്തെ ജപിച്ചുകൊണ്ടിരിക്കണം. പിന്നെ 3-ാം നാൾ അവസാന ദിവസം ഉണ്ടല്ലോ, അന്ന് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് രാത്രി ഒറ്റയ്ക്ക് നിരാഹാരം ഇരിക്കണം. ഒരു പോള പോലും കണ്ണടക്കാൻ പാടില്ല. അനന്തശായിയായ ഭഗവാനെ ധ്യാനിച്ച് ബ്രാഹ്മ മുഹൂർത്തം വരെ അവിടെ ചെലവഴിക്കണം. അതിനുശേഷം അതിരാവിലെ അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദവുമായിട്ട് വീട്ടുപടിക്കൽ വന്ന് ആ പ്രസാദം അവിടെ സ്ഥാപിക്കണം. എന്നാലേ ഈ കർമ്മം പൂർത്തിയാകൂ. അങ്ങനെ രാധിക അതെല്ലാം വ്യക്തമായി ശ്രദ്ധയോടും കേൾക്കുവാണ്. ഈ സമയം ഇതെല്ലാം കേട്ട് പ്രിയങ്കാകെ കണ്ണുന്തള്ളി നിൽക്കുവാണ് കേട്ടോ. അന്നേരം ദേവൻ പ്രിയങ്കയോട് പറയണേ, മോളെ അടിയുറച്ച ഭക്തിയും വിശ്വാസവും അർപ്പണബോധവും എല്ലാം ഉണ്ടെങ്കിൽ ഈ പൂജയെല്ലാം നിനക്ക് നല്ല പോലെ
പൂർത്തിയാക്കാനായിട്ട് സാധിക്കണം. നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ടും അർപ്പിക്കണം. അന്നേരം പ്രിയങ്ക പറയണേ, എന്നാലും ഇത്തരം കാര്യങ്ങൾ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുക? ഈ സമയം ഇത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് വരുന്ന കൽപ്പന പറയണേ, പ്രിയങ്കെ നിനക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നുള്ള കാര്യം ഇപ്പം തന്നെ അങ്ങ് തുറന്നു പറഞ്ഞേക്കും. അല്ലെങ്കിൽ തന്നെ രാത്രി ഇവള് ഒറ്റയ്ക്ക് അവിടെ പോയി എങ്ങനെ നിരാഹാരമൊക്കെ ഇരിക്കുന്നത്? അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ? ഈ സമയം മുത്തശ്ശി പറയണേ, ഇവിടെ പരമേശ്വരന് വയ്യാണ്ടായപ്പോൾ പത്മിനി ഹോസ്പിറ്റലിൽ ഒരു പോള പോലും കണ്ണടക്കാതെ കാത്തിരുന്നില്ലേ? ഭർത്താവിൻ്റെ കാര്യം വരുമ്പോൾ ഭാര്യമാരെല്ലാവരും അങ്ങനെയാണ്. ഭർത്താവിൻ്റെ ജീവനും ആരോഗ്യത്തിനും വേണ്ടി ഭാര്യമാർ എന്തും ചെയ്യും. അതുപോലെ വരണിന് വേണ്ടി പ്രിയങ്ക മോളും ഇതെല്ലാം ചെയ്യും, അല്ലേ മോളെ? ഈ സമയം കൽപ്പന പറയണേ, പ്രിയങ്കെ നിന്നെക്കൂടെ പറ്റില്ല എന്നാണെങ്കിൽ പറ്റില്ല എന്നുള്ള കാര്യം ഇപ്പം തന്നെ പറഞ്ഞേക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആറ്റുകൾ തിരുമേനിനെ വിളിച്ച് മറ്റെന്തെങ്കിലും പരിഹാരം മാർഗമുണ്ടോ എന്ന് ചോദിക്കാം. ആ സമയം രാധിക പറയണേ, അയ്യോ അത് പറ്റില്ല. അത് കേൾക്കുന്നതും പ്രിയങ്കയും മുത്തശ്ശിയൊക്കെ രാധിക ഇങ്ങനെ നോക്കുവാണ്. അന്നേരം രാധിക പറയണേ, അതുകൊണ്ടല്ല, ഇത് അത്ര വലിയ കഠിനമായിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ, ഇവൾക്കിത് ചെയ്യാൻ പറ്റുന്നതല്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഈ സമയം പ്രിയങ്ക പറയുന്നുണ്ട്, ആ അതെ ഞാനിത് ചെയ്തോളാം. വരുൺ ഒന്നിങ്ങി വന്നേ എന്നും പറഞ്ഞ് പ്രിയങ്ക വരുണിനെയും കുട്ടി റൂമിലേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം വരുണാണെങ്കിൽ പോകാതെ രാധിക തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ രാധികക്കാണെങ്കിൽ എന്തോ പോലെ തോന്നുവാണ്. അങ്ങനെ വരുണും പ്രിയങ്കയോടൊപ്പം റൂമിലേക്ക് മുകളിലേക്ക് പോകുക. ഈ സമയം ദേവൻ ജയഭാരതിയമ്മയോട് പറയണേ, പ്രിയങ്ക മോള് പണ്ട് തൊട്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശീലിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ രാധിക മോളാണെങ്കിൽ നേരെ മറിച്ചാ, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അവൾക്ക് വലിയ ശ്രദ്ധയും താല്പര്യവും ഒക്കെയാണ്. അന്നേരം ജയഭാരതിയമ്മ പറയണേ, അതെനിക്കറിയാം തിരുമേനി. എന്നിട്ട് രാധികയുടെ അരികിൽ ചെന്നിട്ട് പറയണേ, മോളെ ഈ കാര്യത്തിൽ മോളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമാണ് കേട്ടോ. അന്നേരം രാധിക അത് കേട്ട സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിലിരുന്ന് സംസാരിക്കുന്ന പ്രിയങ്കേനെയും വരുണിനെയുമാണ് കേട്ടോ. അന്നേരം പ്രിയങ്ക വരുണിനോട് പറയണേ, നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞത് കേട്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടി പൂജകളും വ്രതമൊക്കെ അനുഷ്ഠിക്കേണ്ടത് ഞാനാണെന്ന്. ഞാനെന്തിനാ ഈ കഠിനായിട്ടുള്ള വ്രതമെല്ലാം നിങ്ങൾക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നത്? നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാനിവിടെ അഭിനയിക്കുക മാത്രമേ ചെയ്യുന്നത്. ഞാനിങ്ങനെ നിരാഹാരം കിടക്കുകയും അമ്പലത്തിൽ പോയി ഭജന ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തിനും ആയുസിനൊക്കെ നേട്ടം ഉണ്ടാകുമായിരിക്കും. പക്ഷേ എനിക്കെന്ത് നേട്ടമുള്ളത്? നിങ്ങളെന്താ ഇതിനെ എതിർത്തൊന്നും പറയാഞ്ഞത്? അന്നേരം വരുൺ പറയണേ, ഇത് വീട്ടിലല്ല എല്ലാവരുടെ സന്തോഷത്തിൻ്റെ കാര്യമോ, അതുകൊണ്ട് തന്നെ എനിക്കതിനെ എതിർപ്പൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നിനക്ക് നീ ചെയ്യുന്ന ജോലിക്ക് കൂലി കിട്ടിയാൽ പോരെ? ഇതുപോലെ പൂജ ചെയ്യാനായിട്ട് നിനക്ക് എത്ര പണം വേണം അത് നീ പറഞ്ഞാൽ മതി, ഞാൻ നിനക്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നോളാം. അത് കേൾക്കുന്നത് പ്രിയങ്ക പറയണേ, ഇതിനു മുമ്പ് കുറേ തവണ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരിക്കൽ പോലും വരുൺ പണം ഇട്ട് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഞാൻ ചെയ്യില്ല. വരുൺ എപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് പണം ഇടുന്നോ അപ്പം മാത്രമേ ഞാൻ ഈ പൂജയ്ക്ക് സമ്മതമാണെന്ന് പറയൂ. അല്ലെങ്കിൽ എല്ലാവർക്കും മുമ്പ് വെച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും. ഇതേ കസേരയിലിരിക്കുന്ന അച്ഛൻ്റെ അവസ്ഥയോ വരുണിൻ്റെ അമ്മയുടെ മുത്തശ്ശിയുടെ അവസ്ഥയോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. ആര് തളർന്നു വീണാലും ശരി, ഞാൻ പറയാനുള്ളതെല്ലാം മുഖത്ത് നോക്കി വിളിച്ച് പറഞ്ഞിരിക്കും. ഈ സമയം വരുണിനങ്ങ് ദേഷ്യം വരുക. ദേ നീ കൂടുതൽ സംസാരിക്കുന്നു വേണ്ട. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പണം ഇട്ടിരിക്കും. എന്നിട്ട് നീ പറഞ്ഞ പോലെ പൂജയൊക്കെ ചെയ്യാൻ നോക്ക്. അതിനുശേഷം നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ എന്നേക്കുമായിട്ട് പൊയ്ക്കൊള്ളണം. നമ്മൾ തമ്മിലുള്ള എല്ലാ കരാറും അവസാനിപ്പിച്ചിട്ട്. അന്നേരം പ്രിയങ്ക പറയണേ, വരുൺ എനിക്ക് തന്ന വാക്ക് പാലിക്കുകയാണെങ്കിൽ ഞാനും പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. പൂജ കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ എൻ്റെ പാടം നോക്കി പോയിരിക്കും. അങ്ങനെ വരുൺ പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം പ്രിയങ്ക പറയണേ, പിന്നെ മറ്റൊരു കാര്യം കൂടി, പൂജ തീരുന്നത് വരെ അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ ഔട്ട് ഹൗസിലുണ്ടാവും. വരുൺ ചേച്ചിയുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുമ്പോഴേക്കും വരുൺ തടയുക. മതി നിർത്തും. പണത്തിൻ്റെ കാര്യമൊക്കെ സംസാരിച്ച് സെറ്റാക്കിയതല്ലേ, ഇനി നീ കൂടുതൽ കാര്യത്തിൽ എന്നെ നിയന്ത്രിക്കാനൊന്നും വരണ്ട. നിന്നെ ഏൽപ്പിച്ച ജോലി മാത്രം നീ ചെയ്താൽ മതി. ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാനേ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. കൂടുതൽ എന്നെ നീ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ, നിൻ്റെ വീട്ടുകാർക്ക് മുമ്പിൽ വെച്ച് നിൻ്റെ എല്ലാ കള്ളത്തരവും ഞാൻ വിളിച്ചു പറയും. എന്നിട്ട് അവർക്ക് മുമ്പിൽ വെച്ച് നിന്നെ ഇറക്കി വിടും. അതുകൊണ്ട് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അങ്ങനെ പറഞ്ഞ് വരുൺ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക ഫോൺ എടുത്ത് ശരത്തിനെ വിളിക്കുന്നതാ. അന്നേരം ശരത്ത് ചോദിക്കണേ, എന്തായി പ്രിയങ്ക, കുറേ നാളായല്ലോ വിളിച്ചിട്ട്? ആ സമയം പ്രിയങ്ക പറയണേ, ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം ഞാൻ നിന്നെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാ. പണത്തിൻ്റെ കാര്യമൊന്നും സെറ്റായില്ലല്ലോ, അതാ ഇത്ര നാൾ നിന്നെ ഞാൻ വിളിക്കാഞ്ഞത്. ഇപ്പം എന്തായി കാര്യങ്ങൾ? പണം കിട്ടുമോ ഉടനെ എങ്ങാനും? അന്നേരം പ്രിയങ്ക പറയണേ, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ആവശ്യമായ പണം എൻ്റെ കയ്യിൽ കിട്ടും. നമ്മുടെ സിനിമയുടെ കാര്യങ്ങളൊക്കെ നിന്നോട് വിളിച്ചൊന്ന് സെറ്റാക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ വിളിച്ചത്. ഇന്ന് വരുണിനെ പറ്റിച്ചു കഴിഞ്ഞാലേ ഈ വീട് ഞാൻ ഇളക്കി മറിച്ചിരിക്കും. അത് വരുണിനും അറിയാം. അന്നേരം ശരത്ത് ചോദിക്കണേ, അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് വീട്ടിലേക്ക് വരണോ? വേണ്ട വേണ്ട, ഇവിടെ ഇന്ന് ഐശ്വര്യപൂജയോ മറ്റെന്തൊക്കെയോ നടക്കുക. അതിൻ്റെ ഭാഗമായിട്ട് നിരാഹാരം എടുക്കുകയും അമ്പലത്തിൽ പോയി ഭജന ഇരിക്കുകയൊക്കെ വേണം. എന്താണെങ്കിലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പൈസയുടെ കാര്യത്തിൽ ഞാനൊരു കൺഫർമേഷൻ പറയാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക കോള് കട്ടാക്കുവാണ് കേട്ടോ. അങ്ങനെ അത് കേൾക്കുമ്പോൾ ശരത്തിന് സന്തോഷമാകുക. പ്രിയങ്ക പണം സെറ്റാക്കുമെന്ന് പറഞ്ഞാൽ സെറ്റാക്കിയിരിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുക. പിന്നീട് കാണിക്കുന്നത് പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രാധികേനെയാണ്. ഈ സമയം രാധിക ഭഗവാനോട് പറയണേ, കൃഷ്ണ, തിരുമേനി പറഞ്ഞത് വരുൺ താലികെട്ടിയ പെണ്ണ് വേണം വരുണിന് വേണ്ടി ഈ പൂജകളെല്ലാം അനുഷ്ഠിക്കാനെന്നല്ലേ? വരുൺ താലികെട്ടിയത് എൻ്റെ കഴുത്തിലല്ലേ? ആ സ്ഥിതിക്ക് പ്രിയങ്ക ഈ പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ വരുണിന് അതുകൊണ്ട് എന്ത് ബലം ഉണ്ടാകാനാ? അപ്പോൾ വരുണിന് വേണ്ടി ഈ പൂജകൾ ചെയ്യേണ്ടത് ഞാനല്ലേ?
നീ എന്താ പറയുന്നത്? ഞാൻ ഈ പൂജകൾ അനുഷ്ഠിക്കണം എന്നാണോ? അന്നേരം കൃഷ്ണഭഗവാന്റെ കഴുത്തിലിട്ടിരിക്കുന്ന തുളസിമാലയിൽ നിന്നും ഒരില താഴത്തേക്ക് ഇങ്ങനെ കൊഴിഞ്ഞു വീഴുവാണ്ടോ. അത് കാണുമ്പോൾ രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാകുക. രാധിക ആ ഒരില കയ്യിലെടുത്തിട്ട് പറയണേ, മതി, നിന്റെ മറുപടി എനിക്ക് മനസ്സിലായി. വരന് വേണ്ടി എല്ലാ വ്രതങ്ങളും ഞാൻ കൃത്യമായിട്ട് അനുഷ്ഠിക്കും. വരന് ആയുസ്സും ആരോഗ്യം ഉണ്ടാകണം. അതിനുവേണ്ടി എന്ത് കഠിനവ്രതം അനുഷ്ഠിക്കാനും എനിക്ക് തയ്യാറാം. അതിലെനിക്ക് ഒരു മടിയുമില്ല എന്ന് പറഞ്ഞ രാധിക സന്തോഷത്തോടെ വരന് വേണ്ടി വ്രതം എടുക്കാൻ തയ്യാറാകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഔട്ട് ഹൗസിലെ റൂമിലിരിക്കുന്ന രാധികേനെയാണ് കേട്ടോ. ഈ സമയം യശോദ വന്ന് രാധികയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുവാണ്. അന്നേരം രാധിക പറയണേ, എനിക്ക് വിശപ്പില്ലമ്മേ, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. അമ്മയും അച്ഛനും ഒക്കെ ഭക്ഷണം കഴിച്ചോ? എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. അതെന്താ മോളെ അങ്ങനെ? നീ വാന്നേ എന്ന് പറഞ്ഞ് യശോദ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുവാണ്. ഈ സമയം ദേവനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്നേരം യശോദ പറയണേ, മോൾക്ക് വിശക്കുന്നില്ലെന്ന്, അവൾക്ക് ഭക്ഷണം വേണ്ടെന്നാ പറയുന്നത്. അതേക്കുമ്പോൾ ദേവന് ചോദിക്കണേ, അതെന്താ മോളെ? ദേ, ഞാനെല്ലാം കഴിക്കാൻ പോകുക, മോളും വന്നേ. അന്നേരം രാധിക പറയണേ, അച്ഛാ, എനിക്ക് തീരെ വിശപ്പില്ല. കുറച്ചു മുമ്പ് ഞാൻ പ്രസാദം കഴിച്ചായിരുന്നു, പിന്നെ കരിക്കും വെള്ളവും കുടിച്ചു. അതുകൊണ്ട് വയറ് ഫുള്ളായിരിക്കുക. ഇനി ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമില്ല. എന്നെ നിർബന്ധിക്കല്ലേ അച്ഛാ. ഈ സമയം ദേവൻ ചോദിക്കണേ, മോളെ, രാവിലെ മുതൽ പൂജയുടെ മറ്റു ആവശ്യങ്ങൾക്കായിട്ട് മോൾ ഓടി നടക്കുമായിരുന്നില്ലേ? വല്ല തളർച്ചയും തോന്നുന്നുണ്ടോ? ദൈവത്തിൻ്റെ കാര്യത്തിന് എനിക്ക് എന്തെങ്കിലും തളർച്ച തോന്നുന്നുണ്ട് അച്ഛന് തോന്നുന്നുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. അച്ഛനും അമ്മയും ചെന്ന് ഭക്ഷണം കഴിക്കുക. അങ്ങനെ അവർ അവിടെ നിന്നും പോകാൻ തുടങ്ങുമായിരിക്കും. ഈ സമയത്താണ്ടോ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. എന്തു പറ്റി? അന്നേരം ദേവൻ പറയണേ, രാധിക മോൾക്ക് തീരെ വിശക്കുന്നില്ലെന്ന്, അവളത് കാരണം ഭക്ഷണം കഴിക്കുന്നില്ലെന്ന്. അതേക്കുന്നത് മുത്തശ്ശി പറയണേ, എന്താണെങ്കിലും ഔട്ട് ഹൗസിലായത് നന്നായി. അവിടെ എങ്ങാനും ആയിരുന്നെങ്കിൽ ഇവൾ എന്താ ഭക്ഷണം കഴിക്കാത്തതെന്നും ചോദിച്ച് ആൾക്കാർ ക്യൂ നിന്നാനെ. എല്ലാവരെയും കയ്യിലെടുത്ത് വെച്ചിരിക്കുകയല്ലേ ഇവളും. അന്നേരം ദേവൻ പറയണേ, രാധിക മോളുടെ നല്ല സ്വഭാവം കാരണോ എല്ലാവരും അവളെ സ്നേഹിക്കുന്നത്. അതിന് അമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്താണെങ്കിലും നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം, മോള് റെസ്റ്റ് എടുക്കട്ടെ. ഈ സമയം രാധിക റൂമിൽ നിന്ന് ആലോചിക്കുക, ഞാൻ ഒരിക്കലെടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും സമ്മതിക്കില്ല. അതുകൊണ്ട് തൽക്കാലം ഇത് ആരും അറിയണ്ട. വരന് വേണ്ടി ഞാൻ ഈ വ്രതം എല്ലാം പൂർത്തിയാക്കും. വരൻ്റെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകണം. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന രാധികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്